നമ്മളിങ്ങനെ പേടിച്ചു കൊടുത്ത നാണക്കേടല്ലേ സാർ? അല്ലാതെ എത്ര എണ്ണത്തിന് വെടിവെച്ച് കൊല്ലൂടോ? തിര തീർന്നാ കിട്ടാനുണ്ടോ? ഭക്ഷണമുണ്ടോ? പുറമേക്ക് വിവരം അറിയിക്കാൻ നിവൃത്തിയുണ്ടോ? കലക്ടർ പറഞ്ഞതാ. വാ. വേഗം നോക്കി. ആ തോമസും ഇച്ചുക്കോക്കും പാഞ്ഞ് കഴിച്ചിലായില്ലേ? കണ്ടം കണ്ടോയിട്ട് വെട്ടി നുറുക്കണ്ടീനേറ്റങ്ങളെ. പോണ പോക്കില് പരപ്പനങ്ങാടി മുതല് ചെട്ടിപ്പടി വരെ ഓല് വെടിവെച്ചേക്കണ്. ഞമ്മടെ കൂട്ടത്തില് 10 എഴുതണം മയ്യത്തായിന്നും കേട്ട്. തിരൂരങ്ങാടിയിൽ ലവക്കുട്ടിയും കുഞ്ഞലും എന്തെടുക്കാണ്? അതിന് ഓല പറഞ്ഞിട്ട് കാര്യമില്ല ആചാരെ. അരിവാളും കൊടുവാളും കൊണ്ട് പട്ടാളത്തിന്റെ നേരെ ചെന്നാ നേടൂല. ഇനി പോയ പട്ടാളം തിരിച്ചു വന്നൂടാന്നില്ല. നമ്മൾ കരുതണം. എത്തായി പറയണ്? പട്ടാള വണ്ടി വരാൻ സമ്മതിക്കാണ്ട് നമ്മൾ തടയണം. റെയിൽ മാത്രം പോരാ, നേരത്തും പാലൊക്കെ പൊളിക്കണം. അതിന് മുമ്പ് നമുക്ക് വേണ്ട തോക്കാണ്. തോക്കുണ്ടാക്ക അതിനൊക്കെ താമസം പിടിച്ചു ആചാരെ. ഈ ദേശത്ത് ഇല്ലത്തും കൊലത്തൊക്കെ ഉണ്ടല്ലോ, നമുക്കത് പിടിച്ചെടുക്കാം. ചോദിച്ചു വാങ്ങിയാ മതി. കൂട്ടത്തിൽ വിറ്റിക്കൊക്കെ തിന്നാൻ കൊടുക്കണ്ടേ? അതിന് നെല്ല അരിയ കൂട്ടാൻ വെക്കാൻ എന്താ കിട്ടുക ചോദിച്ചു വാങ്ങ. ഹാജിയാരെ, ഇന്നലെ രാത്രി പൂക്കോട്ടൂരിന്ന് മമ്മദും കൂട്ടരും നിലമ്പൂർക്ക് പുറപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ അവർ കോവിലകം കയ്യേറി 10-14 പേരെ വെടിവെച്ച് കൊന്നു എന്നാണ് കേട്ടത്. ലഹളക്കാരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു തിരുമുൽപ്പാടാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. മമ്മദ് കാക്ക് നിലമ്പൂർ കൊലത്തുകാരുടെ പകയുണ്ടാവും. അച്ചേലേക്കാണല്ലോ മൂപ്പരോട് ഓല് കാണിച്ചത്. അത് തീർക്കേണ്ട സമയമല്ലടോ ഇത്. അത് തടയണം ഹാജിയാരെ. നമ്മളല്ല, ആലി മുസ്ലിയാര്. ഇന്നലെ രാത്രി തൊട്ട് നിലമ്പൂര് മാത്രമല്ല, മണ്ണാർക്കാട്, തിരൂര്, പൊന്നാനി, ചമ്രവട്ടം തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങൾ മതിമറന്ന് പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വിവരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പോയാല് നാട്ടുകാര് തമ്മിലാവൂലേ മുസ്ലിയാർ യുദ്ധം? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. പെരിന്തൽമണ്ണയിൽ ആയിരക്കണക്കിന് റുപ്യയുടെ മുദ്രക്കടലാസുകളും നോട്ടുകളും നശിപ്പിച്ചതായി അറിയുന്നു. അത് പൊതുമുതലാണെന്നുള്ള കാര്യം ജനങ്ങൾ ഓർക്കുന്നില്ല. തമ്മിൽ വെട്ടിമറിക്കുന്നത് ശരിയല്ല. ലഹള കൂടുതൽ നടക്കുന്നത് താനൂരാണെന്ന് കേട്ടു. വേണ്ട ആൾക്കാരെയും കൂട്ടി കുഞ്ഞലവി അവിടെ പോയി നിയന്ത്രിക്കണം. ഇവിടുത്തെ ബാക്കി കാര്യങ്ങൾ ലവക്കുട്ടി നോക്കും. തങ്ങളുപ്പാപ്പ, അതിനു മുമ്പ് ഇവിടുത്തെ മൂസക്കുട്ടി അധികാരിനെ കുടുംബത്തോടെ നമുക്ക് തീർക്കണം. അത് കഴിഞ്ഞാൽ നമ്മൾ പോകും. ഓനാണ് നമുക്കെതിരായിട്ട് ഏറ്റവും വലിയ ഇബ്ലീസ്. കുഞ്ഞലവി, നാട്ടുകാരെ അല്ല, ഇവിടെ നമുക്ക് നേരിടേണ്ടിയത് വെള്ളക്കാരെയാണ്. അതിന് ജമ്മിയായാലും കുടിയാനായാലും ഏത് മതക്കാരനായാലും യോജിച്ചു നിൽക്കണം. അല്ലെങ്കിൽ നമ്മുടെ ശക്തിയാണ് ക്ഷയിക്കുക. നീ ഞാൻ പറയുന്നതനുസരിക്ക്. കുഞ്ഞലവി, താനൂര് ഞാനും കൂടെ വരട്ടെ, എന്റെ ചില ബന്ധുക്കളുടെ രക്ഷിക്കാൻ. പോരിൻ. അല്ല, കോവിലകത്തുള്ളവർക്ക് അവിടെ ഇല്ലേ അമ്പലം? ഇന്ന് മോടെ ജന്മദിനാ തിരുമേനി. ആ രാത്രി കഥകളിയുണ്ട് കോവിലകത്ത്. അവിടുന്ന് വരില്ലേ? ഇല്ല, നാം ആ കമ്പ് ഉപേക്ഷിച്ചു. സംബന്ധവും ഒഴിഞ്ഞു. തുളസി എന്നല്ലേ പേര്? കല്യാണം ഉറപ്പിച്ചെന്ന് കേട്ടു. ഉവ്വ് തിരുമേനി. കഷ്ടായി. അതെന്താ? ഒന്നുമില്ല. തുളസിന്ന് വെച്ചാ തീർത്ഥം. അനുഭവിക്കാനും വേണം പുണ്യം. നമുക്ക് അതിനുള്ള യോഗമില്ല. നിലമ്പൂർ കോവിലകത്തെ പോലെ ഓലിവിടെ വന്നാൽ വിടരുത്. ഇവിടെ വേറെ ആയുധങ്ങളില്ലേ? കാവലിന് കൊണ്ടുപോയിരിക്കുക. കളപ്പുരയിൽ കാണും. അതേന്ന് കുറച്ച് എനിക്കും വേണം. അതിന് ഇവറ്റിങ്ങള് എവിടെ ആദ്യം കയറാന്നറിയില്ലല്ലോ. നമ്മൾ വെറുതെ ഓരോന്ന് ശങ്കിക്കുകയാണ് ഗോപി. ഇവിടേക്കൊന്നും അങ്ങനെ ആരെങ്കിലും വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ബുദ്ധിയില്ലാത്ത ജാതിയല്ലേ തിരുമേനി. എന്ത് ചെയ്യാനും മടിക്കില്ല. പോലീസും പട്ടാളവും പോയിട്ടാണെങ്കിൽ വിവരമൊട്ടില്ല. നമ്മൾ കരുതിയിരിക്കണം. അതിനാ കാവലിന് നമ്മൾ ആളെ കൊണ്ടുവന്നത്. എന്താ ബീരൻ? പറയൂ. ഭാര്യയും കൊണ്ട് സാജിയാര് 2-3 ചെക്കന്മാരെ അയച്ചിരിക്കുന്നു. എന്തിനെ? പറയൂ. ഓലിക്ക് ഇവിടുത്തെ തോക്കോ വെച്ചു കുടിക്കാൻ ഇച്ചിരി നെല്ലോ അരിയോ കിട്ടിയാ വേണ്ടിയില്ലാന്ന്. തരില്ല. ഇവിടത്തെ ഖിലാഫത്തിന്റെ നേതാവ് വാര്യംകുന്നത്ത് ഹാജി. ഓന്റെ നെഞ്ചത്ത് വേണം ആദ്യത്തെ പിടി വയ്ക്കാൻ. എന്നിട്ടും അവന് വേണ്ടി പിരിവെടുക്കാൻ വന്നിരിക്കുന്നു ഈ കോവിലകത്തെ കാര്യസ്ഥൻ. ഊറവിടെ ആവുമല്ലോ. മോൻ ഖാദർ ഹാജിയാർ വലങ്കയ്യല്ലേ? ഇറങ്ങി പോടോ കേശവൻകുട്ടി. അരുത്. അമ്മാവൻ എന്ത് പറഞ്ഞാലും ഇവിടുന്ന് ഒരു പണി അരിയോ നെല്ലോ അവന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല.
അതിന് ബീരാൻ തന്നോട് ചോദിച്ചില്ലല്ലോ. ഇവിടുത്തെ കാര്യങ്ങൾ നിശ്ചയിക്കാൻ ഇയാൾ കാരണവരായിട്ട് മതി. ഇപ്പൊ ഞാനുണ്ടല്ലോ, പൊയ്ക്കൊള്ളൂ. അപ്പുണ്ണിക്ക് എന്താ വേണ്ടത് എടുത്തു കൊടുക്കൂ. തിരുമേനി, അപ്പോ അടിയനും ഇവിടെ കൊള്ളട്ടെ. ശരി, ചേക്കുട്ടിയുടെ സഹായത്തിന് നന്ദി. തമ്പ്ര, അടിയൻ എന്താ ചെക്കന്മാരോട് പറയണ്ടേ? ബീരാൻ, ഇവിടുന്ന് ഇറങ്ങിപ്പോയവര് എനിക്ക് വേണ്ടപ്പെട്ടവരാ. ഒന്നെന്റെ അനന്തരവനും. ഞാൻ ഇപ്പൊ എല്ലാം എടുത്തു തന്നാൽ അത് അവർക്കൊരു മുഴിച്ചിലാവും. ഒരു കാര്യം ചെയ്യൂ, തൽക്കാലം തന്റെ ഭർത്താത്തിലും കാണില്ലേ നെല്ലുവരിയോ, തന്റെ തോട്ടത്തിലും കാണില്ലേ കായോ കിഴങ്ങോ, വേണ്ടത് കൊടുക്കൂ. താൻ കണക്കെന്നാ മതി. എന്താ? നന്നായി തമ്പ്ര. ആ, എന്തൊക്കെയോ കേൾക്കണു, നാട്ടിൽ ലഹള തുടങ്ങിയിരിക്കണോന്നൊക്കെ. അതിലൊന്നും പരിഭ്രമിക്കണ്ട. രാത്രി കഥകളിക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരുക്കിക്കോളൂ. അരുത്, നിറയുണ്ട്. വീരമാപ്പിള നെല്ലും അരിയാണെന്ന് തോന്നുന്നു. എടുത്തു കൊടുത്തു, ചാക്ക് കയറ്റി അവറ്റങ്ങൾ പോയി. ഞാൻ പറഞ്ഞില്ലേടോ, തന്റെ അമ്മാവൻ നേരെയാവില്ലെന്ന്. അയാൾ അവരുടെ ഭാഗത്താ. ഇക്കണക്കിന് നാളെ വാര്യംകുന്നം വന്ന് മോളെ ചോദിച്ചാലും കെട്ടിച്ചു കൊടുക്കും തമ്പുരാൻ. എവിടേക്കാടാ ഖിലാഫത്തുകാർ പോയത്? കടവത്തേക്ക്. ഓരെ വെട്ടി കൊല്ലിടാ. എന്താണ്ടേ? എന്നെ വെടിവെച്ച് കൂടുള്ളോലെ വെട്ടിക്കൊന്ന്. ആരെ? വടക്ക് കോലോത്ത് തമ്പ്ര. വസ്ത്രം പറിച്ചതും ലഭാതന്നുടെ വസ്ത്രം പറിച്ചതും ലാത്തനുദ്യൂതമുണ്ടാക്കി വെച്ചതും ലാത്തനുദ്യൂതമുണ്ടാക്കി വെച്ചതും. മാപ്പിളമാർ വരുന്നത്. സ്ത്രീകളും കുട്ടികളും ആദ്യം കയറിക്കൊള്ളി. എവിടേക്ക്? കൂട്ടം പറയാൻ നേരമില്ല. അവിടെ ചോദിക്കണം. ഒരുപാട് ആളുണ്ട്. വരിയേ. എവിടാ തമ്പുരാൻ? അകത്തുണ്ട് തമ്പുരാൻ, പുറത്തെ ആളത്തെ വെക്കണാതി. എവിടെ പോയി കളിച്ചാലും തെരഞ്ഞു പിടിച്ചാലും നടന്നോളൂ. നമ്മുടെ പരലിക്ക് വെപ്പും തിരുവൊക്കെ അവിടെ നിന്നാവാം. കഴിച്ചിട്ട് ബാക്കി. തിരുമേനി, വേട്ടപ്പെട്ടിയുടെ ചെരുക്ക് വേറെ എവിടെ പോയാലും അറ്റകൾ മണത്തറയും. എന്നാലും അടിയന്റെ തേങ്ങാക്കൂട്ടിൽ അറ്റകൾ തെറിയും തോന്നിയില്ല. വേറെ ഒന്നും അടിയനോട് പൊറുക്കണം. ശരി, മരി. പെണ്ണുങ്ങളെല്ലാം ഒത്തുക്ക് പോയിക്കളി.
മുത്ത് ഹാജിയാരെ, തമ്പുരാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ അനന്തരവനാണ് ഇതിന് മുഴുവൻ കാരണം. വീരാന്റെ തെളിവെടുക്കൂല. തമ്പുരാന്റെ അപ്പിൽ നിന്ന് കിടക്കണ ഈ സ്വന്തം മോനെ ഖിലാഫത്താണെന്നും പറഞ്ഞ് പോരേന്ന് ഇറക്കി വിട്ടോന്നല്ലേ? മുണ്ടരുത്. പറയടാ, ആരാ ഞങ്ങളെ കൂട്ടത്തിലുള്ള കൊന്നത്? ചേക്കുട്ടി സാഹിബ് കൂട്ടുന്ന കാവൽക്കാരാണ്. ചേക്കുട്ടി കൊണ്ടുവന്നല്ലോ. ഏഴൈറ്റങ്ങള് ഒന്നിനെയും ബാക്കി വെച്ചിട്ടില്ല ആചാരെ. തമ്പ്രാക്കള് കൽപ്പിക്കാണ്ട് കാവക്കാർ വെടിവെക്കോ? പറയടാ. പൊറുക്കണ ഹാജിയാരെ, തറവാട്ടുകാരുടെ ഭരണത്തിൽ അനന്തരവ മിണ്ടാപ്രാണികളാണ്. എന്നിട്ടും ഖിലാഫത്തുകാരെ സഹായിക്കണമെന്ന് പറഞ്ഞ എന്നെ പട്ടിണി കിട്ടവനാ അമ്മാവൻ. ഈ കൊലയ്ക്ക് കൽപ്പന കൊടുത്ത എന്റെ അമ്മാവനാണ്. കുലദ്രോഹി, എന്റെ വയറ്റിലൂറിയ വിഴുപ്പേ, ഏട്ടനെ പറ്റി ദോഷം പറഞ്ഞ നിന്റെ നാവ് പിടിച്ചു കേട്ടവളെ. ആങ്ങളോട് അത്ര പിരിയുണ്ടെങ്കില് പെങ്ങള് പോര്. പക്ഷെ ഒരാഴ്ച എന്റെ അകത്ത് തമ്പുരാൻ പുടി വന്നില്ലെങ്കില് പകരം എങ്ങനെ തലയാവും നമ്മൾ എടുക്കുക. എന്താ ആനയുടെ പേര്? ബലരാമൻ. മാറ്റി കോയക്കുട്ടി നാക്കണം. ഇതിനാ മാർക്കം കൂട്ടാനോ? എങ്ങോട്ട് പോയിടോ തമ്പുരാൻ? അടിയനറിയില്ലേ, ചിലപ്പോ അപ്പുണ്ണി തമ്പുരാന്റെ അടുത്തേക്കാവും. ഇല്ല അമ്പരാട്ടി, അടിയൻ ചെറിയലെ വെള്ളത്തിൽ കെട്ടി താത്തയുള്ളൂ. നടക്കി. അയ്യോ, എന്നെ കൊല്ലരുതേ. കൊല്ലണം. ഇവിടത്തെ കുടിയാന്മാരോട് ചെയ്ത കടുങ്കൈക്ക് അതാണ് വേണ്ടിയത്. വേണ്ട ആചാരെ, അതിലും വലിയ ചിച്ചൻ. നയിക്കാതെ കഴിഞ്ഞ ഈറ്റിങ്ങള് പാടത്തും പറമ്പത്തും ചേറിലും ചെളിയിലും ഒക്കെ പണിയെടുത്ത് കഴിയട്ടെ, അപ്പളെ പഠിക്കൂ. അല്ലാണ്ട് ദാഹിച്ച വെള്ളം നാട്ടുകാരെ ഈറ്റിങ്ങൾ കൊടുത്തു പോരുത്. എന്നാ ഈ തമ്പുരാട്ടിനും കൂടെ ആ കൂട്ടത്തിൽ വിട്. ആ, ഈ മാളി എഞ്ഞ് അടിയാനുള്ളതാണ്. പോയി കേറിക്കോളി. കേറിണ്ടാ. ആലിമുസ്ലിയാർ അയച്ചതിന് തെറ്റുപറയല്ല. പക്ഷേ പൂയിക്ക തറവാടിന്റെ രക്ഷക്ക് ഇവിടെ വേറെ ആൺകുട്ടികളുണ്ട്. നിങ്ങളെ സഹായം വേണ്ട. ഇയാളെ മനസ്സിലെ വിചാരം നമുക്കറിയാം. ഇക്കാരണം പറഞ്ഞ് അതിന് നിൽക്കണ്ട. അല്ലെങ്കിൽ നാരായണൻ നായർ സമ്മതിക്കട്ടെ. തങ്ങളെ, നാം തമ്മിലുള്ള അടുപ്പവും ബന്ധവും ഇവർക്ക് അറിയില്ല. ഇവരുള്ളപ്പോ നിങ്ങൾ കൂടെ ബുദ്ധിമുട്ടണ്ട. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ, ഉണ്ണേട്ടിനും പോവാണോ? വേണ്ട, നിങ്ങളെ ഭാഗത്തൊക്കെ മാപ്പിളാരെ ലഹളയാണെന്നല്ലേ കേട്ടത്. അവിടെയല്ലേ അമ്മുക്കുട്ടി എന്നെ കൊണ്ട് ആവശ്യം. വീട്ടിൽ നിന്ന് പോന്നേ പിന്നെ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. വരട്ടെ. തമ്പുരാൻ വന്നേ പിന്നെ വെള്ളം ഇറക്കിയിട്ടില്ലല്ലോ. പൊടിയരി ഇട്ട് അടിയും ഇച്ചിരി കഞ്ഞി വെച്ചിട്ടുണ്ട്. കുടിക്കൂ. വേഗം കൊണ്ടുവരൂ. എന്നെക്കാൾ ക്ഷീണവും വിശപ്പും മോൾക്കുണ്ടാവും. ബാപ്പ ആർക്കാണ് കഞ്ഞി വെച്ച് പാരുന്നത്? ഇപ്പോ ആരെയാണ് നിങ്ങളിവിടെ ഒളിപ്പിച്ചു വെച്ചേക്കണത്? നേരത്തേക്ക് സംശയം ഉണ്ടായിരുന്നു. തമ്പുരാനില്ലാത്ത നിങ്ങൾ എന്റെ ബാപ്പയാണ്. ആ കോലോക്കാര് വെട്ടിക്കൊന്ന 3 മയ്യത്തിങ്ങളെയും അത് ചോദിക്കാൻ വന്നോലേം ബാപ്പയല്ല. കണ്ണീ ചൊറയില്ലാത്ത തമ്പുരാൻ നിങ്ങൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചാലേ ഇന്റെ കൺമുന്നിലിട്ട് മറ്റുള്ളവർ നിങ്ങളെ വെട്ടി നോക്കണേക്ക് കാണേണ്ടി വരും. അത് വേണ്ട. എവിടെ തമ്പുരാൻ? ഇല്ല, ഞാൻ സമ്മതിക്കൂല. ബാപ്പ മാരെന്നെ താഴരുത്. ഇല്ല, ഈ വാനൂരി നിന്നെ പേടിപ്പിക്കാനാണോ? വീരൻ, അരുത്. നമുക്ക് വേണ്ടി വാപ്പിയൊന്നും വെട്ടിമരിക്കരുത്. തമ്പുരാൻ, ഇന്ന് വരെ അവിടെ നിന്ന് പറഞ്ഞ് തെറ്റി നടന്നോന്നല്ല അടിയൻ. എന്നാൽ ഇക്കാര്യത്തെ പൊറുക്കണം.
എന്റെ മോന് ചെറുപ്പാണ്, കയ്യും മെയ്യും മയങ്ങണ പ്രായം. വയസ്സായെങ്കിലും മുമ്പ് പഠിച്ച വെട്ടും തടയും മുഴുവനും മറന്നിട്ടില്ല. വന്നോ ബാപ്പ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ വാദിക്കുന്നത്? ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വാളെടുക്കുന്നത്? രാജ്യം വിട്ടുപിടിക്കാനല്ല, പ്രാണനിരുന്ന് ഈ പെരയിൽ വന്ന് 2 ജീവൻ രക്ഷിക്കാൻ ഒരു മുസൽമാന്റെ കടമ. ഖിലാഫത്തിന് വാളെടുത്ത് നീ ബദർ യുദ്ധത്തിൽ ശത്രുവായ അബൂ സുഫിയാനിന് പോലും മാപ്പ് കൊടുത്ത മുത്തുനബി റസൂലായി വിശ്വസിക്കുന്ന മുസൽമാനാണെങ്കിൽ കുറ്റം ചെയ്യാതെ അവരെ വിട്ടു പോടാ, അല്ലെങ്കിൽ വെട്ടിക്കൊല്ല് ആദ്യം നിന്റെ ബാപ്പേ. ബാപ്പ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആണിയിട്ട് പറയാം, തമ്പുരാൻ കുറ്റക്കാരനല്ല. ഈ വിശ്വസിക്കണം. എന്റെ കൂടെ ഉള്ളവരെ വിശ്വസിക്കൂല ബാപ്പ. ഈ പറഞ്ഞ് മനസ്സിലാക്കണം. ബാപ്പയ്ക്ക് വേണ്ടി ജീവൻ പോയാലും ഇവരെ ഒറ്റ കൊടുക്കരുത്, ഉയരെടുക്കരുത്. സത്യം ചെയ്ത് പറ.